നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇങ്ങനെ കരഞ്ഞിട്ട് ഇനി എന്താ മോളെ പ്രയോജനം? കാര്യം സുമിത നിന്റെ ചേച്ചിയൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാലെങ്കിലും അവനവന്റെ ആത്മാഭിമാനം അവനവൻ നോക്കണം. എന്നോട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മേ. നീ ഒരു പാവം നന്ദു, അതാ പ്രശ്നം. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ചേച്ചി നീ പണ്ട് കണ്ടിരുന്ന ആളല്ല. ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അവള് വളർന്നു കഴിഞ്ഞു, മാറിക്കഴിഞ്ഞു. ഞാൻ എന്ത് വേണമായിരുന്നു അമ്മ ഈ പറയുന്നത്? കൃത്യസമയത്ത് തന്നെ വേണ്ടതുപോലെ പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ അവള് നിന്നെ തല്ലിയതും ഏറ്റുവാങ്ങി കരഞ്ഞുകൊണ്ട് ഓടുകയല്ലായിരുന്നു വേണ്ടത്. തിരിച്ച് അതുപോലെ ഒരെണ്ണം കൈവീശി സുമിതയുടെ മുഖത്ത് കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? അപ്പൊ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഓടുന്നത് ചേച്ചി എന്ന സെന്റിമെന്റ്സാ. സുമിതക്കാണെങ്കിൽ നിന്നോട് തീരെ ഇല്ലാത്തതും അത് തന്നെയാ. എന്തായാലും ഗിരിയോട് അങ്ങനെ പ്രതികരിക്കാൻ നീ കാണിച്ച ധൈര്യം ഞാൻ സമ്മതിച്ചു. അത് കണ്ടപ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നി. എന്റെ സ്വന്തം മക്കൾ പോലും വല്യേട്ടനായ അവനെ അങ്ങനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് നിന്റെ മനസ്സിൽ ഓരോരുത്തർക്കുമുള്ള സ്ഥാനം എന്തായിരിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കണം. അവരോട് ചേച്ചി എന്ന പരിഗണന ഞാൻ ഇതോടെ അവസാനിപ്പിച്ചവൻ. ഇനി എന്റെ നേരെ അവർ കൈ ഉയർത്തിയ കാലി കിടക്കുന്ന ചെരുപ്പുഴി ഞാൻ അവരുടെ മുഖത്തടിക്കും. അതിന്റെ സംശയം ആർക്കും വേണ്ട. ഇന്ന് അവരെ തല്ലിയതിന്റെ പേരിൽ മാത്രമല്ല അമ്മേ ഞാൻ ഈ പറയുന്നത്. അവരിൽ വന്ന മാറ്റം കുറെ നാളായി ഞാനും ശ്രദ്ധിക്കുന്നു. എന്റെ ഭർത്താവിനെയും കുടുംബത്തിനെയും അംഗീകരിക്കാൻ പറ്റാത്തവരാരും എന്റെ ജീവിതത്തിലും വേണ്ട. എന്തു പറ്റി? ആകെ മൂഡ് ഓഫ് ആണല്ലോ. സുമി, താൻ ഈ ലോകത്തൊന്നും അല്ലേടൂ. ചില ആളുകൾക്ക് മറ്റുള്ളവരെ പച്ച കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് നല്ല മിടുക്കല്ല ഗിരി. എന്റെ രണ്ടാനമ്മയുടെ കാര്യമായിരിക്കും സുമി ഉദ്ദേശിച്ചതല്ലേ? അവരാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആള് തന്റെ അനിയത്തി നന്ദിതയായിരിക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഗിരി പറഞ്ഞത് 100% ശരി. അക്കാര്യത്തില് വല്ലാത്തൊരു കഴിവ് തന്നെയാ ഗിരിയുടെ രണ്ടാനമ്മയ്ക്ക്. ഗിരിയോട് ഒട്ടും ബഹുമാനം ഇല്ലാതെ നന്ദു അങ്ങനെ കയർത്ത് സംസാരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ അവളെയും തല്ലി. അന്നേരത്തെ ഒരു ദേഷ്യത്തിന് ചെയ്തു പോയതാണ്. പിന്നെ ആലോചിച്ചപ്പോ എനിക്കതിൽ നല്ല കുറ്റബോധവും തോന്നി. ഞാൻ അച്ഛമ്മയോട് പറയുകയും ചെയ്ത. അവളെ ഒന്ന് കണ്ട് സോറി പറയാന്ന് വിചാരിച്ചാ ഞാൻ ആ മുറിയിലേക്ക് പോയത്. തിരിച്ച് അതുപോലെ ഒരെണ്ണം കൈവീശി സുമിതയുടെ മുഖത്ത് കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിന്റെ കുഴപ്പമായതൊക്കെ. പല നുണകളും പറഞ്ഞ് നന്ദുവിന്റെ മനസ്സിലെ നല്ല കഥാപാത്രങ്ങളായിട്ട് നിതീഷും അവന്റെ അമ്മയും മാറിയിരിക്കുന്നു. അവരെ അവള് കണ്ണടച്ച് വിശ്വസിക്കുന്നു. അതാ പ്രശ്നം. പക്ഷേ ഇനി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ നന്ദു നന്നാവുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ഗിരി. ഇത്തിരി വേദനിക്കേണ്ടി വന്നാലും ശരി, അവൾ സത്യങ്ങൾ തിരിച്ചറിയണം. കൂടെ നിന്ന് ചതിക്കുന്നവരെ അവൾ മനസ്സിലാക്കണം. അതാ വേണ്ടത്. വിചാരിക്കുന്നത് പോലെ എല്ലാം കൈപ്പിടിയിലായാൽ അവരാദ്യം ചെയ്യാൻ പോകുന്നത് നന്ദിതയെ തള്ളിക്കളയാന്നതായിരിക്കും. ആ കാര്യം നീ അവളെ വാൺ ചെയ്യണം.
ഒന്നും ഇപ്പൊ അവളുടെ തലയിൽ കയറില്ല. സ്വന്തം ജീവിതം പെരുവഴിയിലാവാതെ സുരക്ഷിതമാക്കാൻ വേണ്ട കാര്യങ്ങൾ അവൾ ബുദ്ധിപൂർവ്വം ഇപ്പോഴേ ചെയ്യണം. പക്ഷെ അവള് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ ഗിരി? അത് സംഭവിക്കണമെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അവരെന്നുള്ള സത്യം അവള് തിരിച്ചറിയണം. അതവളെ ഒരുപാട് വേദനിപ്പിക്കുമായിരിക്കും. എങ്കിലും അവളുടെ നല്ലതിനു വേണ്ടി അനുരാധയുടെയും നിതീഷിന്റെയും മുഖംമൂടി നമുക്ക് കഴിയുന്നത്ര വേഗം വലിച്ചു കീറുക തന്നെ വേണം. അവരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഗിരി എന്ത് നിലപാടെടുത്താലും എന്ത് നീക്കങ്ങൾ നടത്തിയാലും ഇനി ഞാൻ അതിനെതിരെ നിൽക്കില്ല. എന്റെ വീട്ടുകാരും അനീതിയും ഇപ്പോഴിത്തിരി വേദനിച്ചാലും എന്നെ വെറുത്താലും സാരല്ലോ ഗിരി. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ അനീതിയുടെ ജീവിതം ഒരു വലിയ ദുരന്തമായിട്ട് അവസാനിക്കുന്നത് ഞാൻ സാക്ഷിയാവേണ്ടി വരും. കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് മാപ്പ് പറയാനല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക്. ഏയ് അതൊന്നും സാരമില്ല. ഞങ്ങൾക്കാർക്കും നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. മാറിയെന്ന് മാത്രമല്ല, ആദ്യം കുറിപ്പിച്ച തീയതി കടന്നുപോയതുകൊണ്ട് ഞങ്ങൾ ജോൾസിനെ ഒന്നുകൂടെ കണ്ട് പുതിയൊരു മുഹൂർത്തവും കുറിപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അല്ല, അത് ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പ്രതീക്ഷ മോൾക്കിനി ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്നാ പറയുന്നത്. ഇത് തന്നെ നടന്നാൽ കൊള്ളാമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ എന്റെ മോളെ നിർബന്ധിക്കാൻ വയ്യ. അവൾ അനുഭവിച്ച വേദന ഞാൻ കണ്ടതാ. പ്രതീക്ഷയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഒരു പ്രാവശ്യം, പ്ലീസ് അമ്മേ. ഞാൻ അഭിലാഷിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നമ്മളിനി ഇതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കടുത്ത തീരുമാനം എടുക്കരുത്. തെറ്റ് എന്റേതാണെന്ന് ഞാൻ തുറന്ന് സമ്മതിച്ചല്ലോ. പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ എന്റെ മനസ്സ് പൊള്ളിപ്പോയി. ഈ കല്യാണം നടക്കാതെ പോയാൽ ജീവിതകാലം മുഴുവൻ അതൊരു കുറ്റബോധമായി എന്നെ പിന്തുടരും. പ്രതീക്ഷയുടെ അടുപ്പം ഒരു നഷ്ടബോധമായി എന്റെ മനസ്സിൽ അവശേഷിക്കും. സംഭവിച്ചു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാം. നിങ്ങളോട് മാത്രമല്ല, ഗിരിസാറിനോട്. പ്രതീക്ഷയുടെ അമ്മയുടെ സന്തോഷം ഓർത്തെങ്കിലും കഴിഞ്ഞതൊക്കെ മറന്ന് താൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം. നമ്മുടെ പദ്ധതികളൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കി ഗിരിയേട്ടന് പൊളിക്കാൻ സാധിക്കുന്നു? ഇതൊന്നും അവന്റെ മിടുക്കൊണ്ട് മാത്രം സംഭവിച്ചതല്ല. 24 മണിക്കൂറും ഗിരിയുടെ പിറകെ എന്നും നിഴല് പോലെ നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ആകാശ്. അവന്റെ ഉരുട്ടു ബുദ്ധിയായി ഇതൊക്കെ. ആരുടെ ബുദ്ധിയായാലും ശരി, നഷ്ടം നമുക്ക് തന്നെയാ. അഭിലാഷിന്റെ തെറ്റിദ്ധാരണകൾ നീങ്ങിയതോടെ അവൻ വീണ്ടും പ്രതീക്ഷയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.